ഇടതുപക്ഷം തനിക്കെതിരെ നടത്തുന്നത് വ്യക്തിഹത്യയും കുടുംബത്തെ ആക്ഷേപിക്കലും മാത്രമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇടതുപക്ഷം മുനിസിപ്പൽ ചെയർപേഴ്സണെതിരെ വിദ്യാഭ്യാസ യോഗ്യത ഉയർത്തി നടത്തുന്ന പ്രചരണങ്ങൾക്കെതിരെ പ്രതികരിക്കുകയായിരുന്നു ചെയർപേഴ്സൺ. രാഷ്ട്രീയാരോപണങ്ങൾക്കപ്പുറം തന്നെയും കുടുംബത്തെയും മരിച്ച ഭർത്താവിനെയും അപകീർത്തിപ്പെടുത്തുന്ന പ്രചരണങ്ങളിലേക്ക് ഇടതുപക്ഷം പോകുന്നത് ഹീനമായ രാഷ്ട്രീയമാണെന്ന് മുനിസിപ്പൽ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മറ്റു ചില ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസം കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒത്തിരി സങ്കടം തോന്നി. ഞാനിതുവരെ പ്രതികരിച്ചിരുന്നില്ല. പക്ഷെ അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം തോന്നി. ഒരു മരണപ്പെട്ടു പോയ എൻ്റെ ഹസ്ബൻഡിനെ വരെ അതിലേക്ക് വലിച്ചിഴയ്ക്കുന്ന രീതിയിൽ ഒരു മൈക്കും മുൻപിൽ 3 ആളും കിട്ടിക്കഴിഞ്ഞാൽ എന്തും വിളിച്ചു പറയാൻ പറ്റുമെന്നുള്ളൊരു സംസ്കാരത്തിലേക്ക് CPM പോയിരിക്കുകയാണ്. ഒരു സ്ത്രീയാണെന്നുള്ളൊരു പരിഗണന ഇല്ലാതെ കണ്ട് 2 കുഞ്ഞുങ്ങളുണ്ടെന്നുള്ളൊരു പരിഗണന, പൊതുപ്രവർത്തക എന്നുള്ള ലേബൽ അവിടെ സെക്കൻഡറി ആയിട്ട് മാറ്റിവെക്കുക. ആ ഒരു പരിഗണന പോലും ഇല്ലാതെ കണ്ട് ഒരു മൈക്ക് കിട്ടിയാൽ എന്തും വിളിച്ചു പറയാനുള്ള ലൈസൻസ് ആയിട്ട് അതിനെ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം അത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം തോന്നി. എൻ്റെ ഹസ്ബൻഡിനെതിരെ വ്യാജ സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കേസ് ഉണ്ടെന്നുള്ള ഒരു ആരോപണം. ഞാൻ അദ്ദേഹത്തെ, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയധികം വർഷങ്ങളായി, 2013 ഞങ്ങൾ വിവാഹം കഴിഞ്ഞതാണ്. അപ്പോൾ അന്ന് മുതൽ അദ്ദേഹത്തെ എനിക്ക് വ്യക്തമായിട്ടറിയാം. ഒരു കേസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അലിഗേഷനോ അദ്ദേഹത്തിൻ്റെ പേരിൽ അന്ന് മുതൽ അതിന് ശേഷം ഞാൻ ഇന്നേ വരെ അറിഞ്ഞിട്ടില്ല. വളരെ സുതാര്യമായിട്ട് തന്നെ ജീവിച്ചിരുന്ന ഒരു വ്യക്തി മരണപ്പെട്ട വ്യക്തിയെപ്പറ്റി പറഞ്ഞ അനാവശ്യങ്ങൾ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒത്തിരി വിഷമം തോന്നി. അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കണമെന്ന് വിചാരിച്ചത്. തന്റെ വിദ്യാഭ്യാസ യോഗ്യത ഉയർത്തി ഇടതുപക്ഷം നടത്തുന്ന പ്രചാരണങ്ങൾക്കെതിരെ പ്രതികരിക്കുകയായിരുന്നു ചെയർപേഴ്സൺ. തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികയിൽ ഒരു വ്യാജ വിവരവും ഉൾപ്പെടുത്തിയിട്ടില്ല. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയങ്ങളിൽ പ്രതികരിക്കുന്നില്ല. രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ആർക്കും അധികാരമുണ്ട്. അവയൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതെന്നും അവർ പറഞ്ഞു. ഇലക്ഷനോടനുബന്ധിച്ചിട്ട് ആ സമയത്ത് തന്നെ ഞാൻ ലതാ പാലത്തിനടുത്തുള്ള പെട്ര എന്ന് പറയുന്ന അപ്പാർട്ട്മെൻറ്റിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് പുതിയ വാർഡായിട്ടുള്ള SNDP 24-ാം വാർഡിലേക്ക് ഞാൻ താമസം മാറിയിരുന്നു. ഈ അഡ്രസ്സ് ഞാൻ ഒരിടത്തും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അതിനുള്ളൊരു സാവകാശം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ എനിക്ക് നോട്ടീസ് കിട്ടാത്തത്. പക്ഷെ ഒരു ദിവസം എനിക്ക് പോസ്റ്റ് വുമൻ്റെ ഒരു കോള് വന്നിരുന്നു. ഒരു രജിസ്റ്റേർഡ് ഉണ്ട്, ഇതെന്താണെന്നോ എവിടുന്നാണെന്നോ എനിക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അടുത്ത ദിവസം അവിടെ വന്ന് ഞാൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വൈകിട്ട് ഞാൻ അവരെ വിളിച്ചിരുന്നു. ഈ ഒരു രജിസ്റ്റേർഡ് ഉണ്ട്, അപ്പം എനിക്കൊന്ന് കളക്ട് ചെയ്യാനായിട്ട്. ഇതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ, ഇതുമായിട്ട് കേസിൻ്റെ ഒരു ബന്ധം പോലും എനിക്കറിയില്ല, ഇങ്ങനെ ഉണ്ടെന്നോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അവരെ തിരിച്ചു വിളിച്ചു. അപ്പോൾ അവർ തലേദിവസം എടുത്തില്ല. പിറ്റേ ദിവസം വീണ്ടും ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു അത് ഓൾറെഡി റിട്ടേൺ പോയി, ചെക്ക് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ ഈവനിങ്ങിൽ വിളിച്ചപ്പോൾ പറഞ്ഞു അത് റിട്ടേൺ പോയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതെന്താണ് രജിസ്റ്റേർഡ് എന്നുള്ളത് എനിക്കറിയില്ല. ഇതിനൊക്കെ ശേഷം ഈ വാർത്തകളും ആരോപണങ്ങളും ഒക്കെ വരുമ്പോഴാണ് ഇത്തരത്തിലൊരു കേസാണെന്നും ഇത്രയധികം ആരോപണങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുത ഞാൻ അറിയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കോടതിയിലിരിക്കുന്ന ഒരു കേസിനെ പറ്റി എൻ്റെ അറിവനുസരിച്ചിട്ട് പ്രതിപാദിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ചെറിയൊരു അറിവ്. അപ്പം അതുകൊണ്ട് മാത്രം ഞാൻ അതിൻ്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ബോധിപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയുകയോ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഇപ്പോഴും ഞാൻ അടിവരയിട്ട് പറയുന്നു, നാളിതുവരെയുള്ള പൊതുപ്രവർത്തനത്തിൽ യാതൊരു കളങ്കവും വീഴ്ത്തിയിട്ടില്ല. വളരെ സുതാര്യമായിട്ട് തന്നെ കഴിവിൻ്റെ പരമാവധി ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം പൂർണ്ണമായി നിറവേറ്റി എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ 100% എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ കൊടുത്ത ഒരു രേഖകളിലും വ്യാജമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ രേഖപ്പെടുത്തിയിട്ടില്ല. അതെനിക്ക് അടിയുറച്ച് പറയാനായിട്ട് പറ്റും. ഒരു വ്യാജമായിട്ടുള്ള ഒരു രേഖകളും ഞാൻ ഒരിടത്തും സബ്മിറ്റ് ചെയ്തിട്ടില്ല. അത് വലിയൊരു കുറ്റമാണെന്ന് ഉത്തമ ബോധ്യമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ വ്യക്തിപരമായി അവഹേളിക്കുകയും അപവാദവും നുണയും പ്രചരിപ്പിക്കുന്നതും സ്ത്രീ എന്ന നിലയിൽ ആക്രമിക്കുന്നതും നല്ല നിലപാടല്ല. ചെയർപേഴ്സൺ പദവി ഏറ്റെടുത്തതു മുതൽ നിരന്തരം അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വരുന്നതായും ഇത്തരം ആക്രമണങ്ങൾ വേദനിപ്പിക്കുന്നതാണെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. വ്യക്തിപരമായ ആക്രമണങ്ങൾ കൊണ്ട് പിന്തിരിയില്ല. ജനങ്ങൾ നൽകിയ വിശ്വാസം കാത്തുസൂക്ഷിച്ച് മുന്നോട്ടു പോകും. പാർട്ടി നേതൃത്വവുമായി ആലോചിച്ച് മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും ജോയ്സ് മേരി പറഞ്ഞു. ജോയ്സ് മേരി ആന്റണി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വ്യാജ വിദ്യാഭ്യാസ യോഗ്യത നൽകിയെന്നാരോപിച്ച് ഇടതുപക്ഷം വ്യാഴാഴ്ച മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. കൂടാതെ പ്രതിപക്ഷം കൗൺസിൽ ബഹിഷ്കരിക്കുകയും ചെയ്തു. കോടതിയിൽ പരാതിയും നിലവിലുണ്ട്.